ഉണ്ട്. നിങ്ങളുടെ പേടിഎം ആപ്പ് പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്കിലെ അക്കൗണ്ടുമായിട്ടാണ് ലിങ്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ ഫെബ്രുവരി 29 ശേഷം അതിലെ ഇടപാടുകൾ തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്കറിയാവുന്ന പോലെ UPI ആപ്പുകളൊക്കെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ബാങ്ക് അക്കൗണ്ടുകളുമായി ലിങ്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ SBI, ICICI ബാങ്ക്, കാനറ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക് തുടങ്ങിയ വിവിധ ബാങ്കുകളിലെ അക്കൗണ്ടുകളുമായി ലിങ്ക് ചെയ്തിട്ടുള്ള പേടിഎം ആപ്പുകൾ ഒട്ടേറെ പേർ ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരത്തിൽ മറ്റ് ബാങ്കുകളിലെ അക്കൗണ്ടുകളുമായിട്ടാണ് നിങ്ങളുടെ പേടിഎം ആപ്പ് ലിങ്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ 2024 ഫെബ്രുവരി 29 ശേഷവും നിങ്ങൾക്ക് ആ ആപ്പ് തുടർന്നും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. നേരെ മറിച്ച് പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്കുമായിട്ടാണ് നിങ്ങളുടെ പേടിഎം ആപ്പ് ലിങ്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ ഫെബ്രുവരി 29 ശേഷം ഇടപാടുകൾ തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന കാര്യം ശ്രദ്ധിക്കുക. 2024 ഫെബ്രുവരി 29 ശേഷം പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്കിൽ നിന്ന് ഫണ്ട് ട്രാൻസ്ഫർ നടത്താൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. ഫെബ്രുവരി 29 ശേഷം ഫണ്ട് ട്രാൻസ്ഫർ, UPI ഇടപാടുകൾ, ബിൽ പേയ്മെൻറ്റ്സ് തുടങ്ങിയ ഒന്നും തന്നെ നടത്താൻ ബാങ്കിന് അനുമതിയില്ല. ഇത്തരം ഇടപാടുകൾ നടത്താൻ ബാങ്കിന് RBIയുടെ നിയന്ത്രണമുണ്ട്. അതുകൊണ്ട് തന്നെ